ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം ശരിക്കും രക്ഷിക്കുമോ? മരണവിധി പോലും മാറ്റാൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മരണത്തെ പോലും തോൽപ്പിച്ച ഒരു ഭക്തന്റെ കഥയാണ്. ശിവഭക്തൻ മാർക്കണ്ഡേയന്റെ കഥ. പണ്ട് കാലത്ത് ഒരു മഹർഷി ഉണ്ടായിരുന്നു, മൃഗണ്ടു മഹർഷി. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞില്ലായിരുന്നു. അവർ കടുത്ത തപസ് ചെയ്തു പരമശിവനെ പ്രാർത്ഥിച്ചു. അവരുടെ ഭക്തിയിൽ സന്തോഷിച്ച ശിവൻ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് 2 വരങ്ങൾ തരാം. 1, വളരെ ബുദ്ധിമാനായ ഒരു മകൻ, പക്ഷെ 16 വയസ്സിൽ മരണം. അല്ലെങ്കിൽ ദീർഘായുസുള്ള പക്ഷെ മണ്ടനായ മകൻ. മൃഗണ്ടു മഹർഷി പറഞ്ഞു, ഭഗവാനെ, ജ്ഞാനിയായ മകൻ വേണം. ജീവിതത്തിന്റെ ദൈർഘ്യമല്ല, ഗുണമാണ് പ്രാധാന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ജനിച്ചു മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ ബാല്യത്തിൽ തന്നെ ശിവഭക്തനായി. അവൻ ദിവസവും ശിവലിംഗത്തിന് മുന്നിൽ ഇരുന്ന് ജപം ചെയ്തു. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ദിവ്യപ്രകാശം. പക്ഷെ ആ ഒരു രഹസ്യം അവനോട് മറച്ചു വെച്ചിരുന്നു. അവൻ 16-ാം വയസ്സിൽ മരിക്കും എന്ന വിധി. കാലം കടന്നു. 16-ാം വയസ്സടുത്തു. അന്ന് രാവിലെ മാർക്കണ്ഡേയൻ കൂടുതൽ ഭക്തിയോടെ ശിവലിംഗത്തെ ചേർത്ത് പിടിച്ചു. ഓം നമഃശിവായ അവന്റെ ശബ്ദം മുഴങ്ങി. അപ്പോഴാണ് യമധർമ്മൻ എത്തിയത്, ജീവനെടുക്കാൻ. യമൻ പറഞ്ഞു, മാർക്കണ്ഡേയ, നിന്റെ സമയം കഴിഞ്ഞു. പക്ഷെ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ വിട്ടില്ല. യമൻ പാശമെറിഞ്ഞു. ആ പാശം ശിവലിംഗത്തെയും തൊട്ടു. അതോടെ ഭൂമി നടുങ്ങി, ആകാശം കുലുങ്ങി. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. കോപത്തോടെ യമനെ തടഞ്ഞു. എന്റെ ഭക്തനെ സ്പർശിക്കാൻ നിനക്ക് അവകാശമില്ല. ശിവൻ യമനെ തോൽപ്പിച്ചു. മാർക്കണ്ഡേയന് ചിരഞ്ജീവി വരം നൽകി. അവൻ അമരനായി മാറി. ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ്? സത്യഭക്തി വിധിയെ പോലും മാറ്റും. ഭയമില്ലാത്ത മനസ്സ് ദൈവാനുഗ്രഹം നേടും. പ്രാർത്ഥന ശക്തിയാണ്. മാർക്കണ്ഡേയൻ മരണത്തെ ജയിച്ചില്ല, അവന്റെ ഭക്തിയാണ് ജയിച്ചത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇനി കഴിയില്ല എന്ന് തോന്നും. പക്ഷെ വിശ്വാസമുണ്ടെങ്കിൽ സാധിക്കാത്ത കാര്യവും സാധ്യമാകും. വിശ്വാസമുണ്ടെങ്കിൽ സാധിക്കാത്ത കാര്യവും സാധ്യമാകും. ഓം നമഃശിവായ എന്ന് ഒരു പ്രാവശ്യം കമന്റിൽ എഴുതൂ. ഓം നമഃശിവായ.